നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സുബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഷോപ്പേ കാഞ്ഞിരപ്പള്ളി കുരിശുങ്കൽ കേട്ടോ. കുരിശുങ്കൽ കടമപ്പുഴ ആർക്കേഡ് എന്ന് പറയും. കുരിശുങ്കൽ വന്നിട്ട് ആരോട് ചോദിച്ചാലും കാണിച്ചു തരും. ഒത്തിരി പേര് കാഞ്ഞിരപ്പള്ളി എവിടെയാണെന്ന് ചോദിച്ചാൽ എൻക്വയറി ഇടുന്നുണ്ട്. അപ്പം നമ്മളിന്ന് കുറച്ച് സാരി കാണിക്കാൻ ഞാനിന്ന് ഒത്തിരി ദിവസം 4-5 ദിവസം കൂടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പർച്ചേസുമായിട്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയിരിക്കുമായിരുന്നു. നമ്മുടെ അപ്കമിങ് സീസണിന് വേണ്ടിയിട്ട് ഒത്തിരി നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ലോകത്തെവിടെയെന്നൊന്നും പറയുന്നില്ല, എവിടെയും കിട്ടാത്ത വിലയിൽ നിങ്ങൾക്ക് തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അതിനൊക്കെ ആയിട്ട് പോയിരിക്കുമായിരുന്നു. പാഴ്സൽസ് വന്ന് തുടങ്ങിയിട്ടില്ല, ഞാനേ വന്നുള്ളൂ. അപ്പോൾ ഇപ്പം സാരീസ് കാണിച്ചു തരാം. ഇത് നമ്മുടെ ക്രേപ്പിൻ്റെ സ്റ്റഫ് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനത്തെ ഒരു സ്റ്റഫിൽ വരുന്ന സാരിയാണ്. ഒരു സിമ്പിൾ വെയറായിട്ട് എന്നാൽ ഒരു എലഗൻ്റ് ആയിട്ടുള്ള വെയറായിട്ട് നമുക്ക് കൊടുക്കാം. ഇത് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ അല്ല, ഒരു സിൽക്കി ക്രേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സ്റ്റഫാണിത്. ക്രേപ്പിൻ്റെ ഷോള്, ക്രേപ്പിൻ്റെ സാരീസ്, ഒറിജിനൽ ക്രേപ്പിൻ്റെ സാരീസ് വരുമ്പോൾ 2000 അടുത്ത് റേറ്റ് വരും. 1800, 1900 ആ ഒരു റേറ്റിലാണ് ഒരു നോർമൽ ക്രേപ്പ് സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതങ്ങോട്ട് കയറി അങ്ങ് പോവും. പിന്നെ അതിൻ്റെ സെമി ആയിട്ടുള്ളതുകൊണ്ട് ഇത് ചിലപ്പോൾ സെമി ആയിരിക്കും, പക്ഷേ ഇതിനൊരു ചെറിയൊരു സിൽക്കി ക്രേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കേട്ടോ, ഇതിലിങ്ങനെ നിറച്ചും ഫുൾ ബോഡി എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുക. കണ്ടോ ഇങ്ങനെ. ഇതാണ് ഇതിൻ്റെ സാരിയുടെ ഒരു സ്റ്റഫ്, ഒരു എന്നാ പറയുന്നത്, സ്റ്റഫ് അല്ല, ഡിസൈൻ എന്ന് പറയുന്നത്. ബ്ലൗസ് വരുമ്പം പ്ലെയിൻ ആയിട്ട് ബ്ലൗസ് വരുന്നത്. ഇനി ഇതിൻ്റെ ബ്ലൗസ് വരുന്നുണ്ടല്ലോ, ഇതിന് അറ്റാച്ച്ഡ് ബ്ലൗസ് ആയിട്ട് വരുന്ന പ്ലെയിൻ ബ്ലൗസ് തന്നെയാണ്. ഇതിൻ്റെ തന്നെ സെയിം റണ്ണിങ് ബ്ലൗസ് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കണ്ടോ, ഇതിൻ്റെ ഈ എംബ്രോയ്ഡറി വർക്ക് ബോഡിയെ കൂടെ പോയിരിക്കുന്നില്ലേ ഫുള്ള്, അതിൻ്റെ കളർ ചേഞ്ചസിലുള്ള ബ്ലൗസ് ഇടുവാണെങ്കിൽ ഒരു വെറൈറ്റി ലുക്ക് കിട്ടുമായിരിക്കാം. ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതാണ് മുന്താണിക്ക് പ്രത്യേകത ഒന്നുമില്ല, ടാസൽസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മുന്താണി അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ വന്നിട്ട് നല്ലൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡ്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസിൻ്റെ പാർട്ട് വരുന്നത്. ഇനി ബോഡിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇത് കണ്ടോ, ഈ ഒരു ദാമൻ പോർഷൻ, നമ്മുടെ പ്ലീറ്റ്സിൻ്റെ സൈഡ് വശം ഉണ്ടല്ലോ, സെൻറ്ററിലെ പ്ലീറ്റ്സിൻ്റെ സൈഡ് വശത്ത് ഇങ്ങനെ വരും. താഴെയാണ് ഫുൾ ആ ബോർഡർ വരുന്നത്, ഇങ്ങനെ വരും. പിന്നെ നമ്മുടെ ഇത് നൂല് എംബ്രോയ്ഡറി ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാത്തതാണ്. ഇതിങ്ങനെ വരും. മുന്താണിയുടെ പാർട്ടിൽ ഇങ്ങനെ വരും. പ്രത്യേകിച്ച് ബോർഡർ ഉണ്ട്, ബോർഡർ ഇല്ല എന്നല്ല, ബോർഡർ താഴത്തെ ബോർഡറേ ഉള്ളൂ. ഇവിടേക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരും. ഈ ഞാൻ തന്നെ തരാം അടുത്ത ദിവസം. ബ്ലൗസ് വന്നിട്ടുണ്ട്, നമ്മുടെ സ്ട്രെച്ചബിൾ ബ്ലൗസ് ഇല്ലേ, സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള, നല്ല സ്റ്റൈലായിരിക്കും. കൈ മാത്രം വർക്കുള്ള, കൈ ഫുള്ള്, ഹാൻഡ് ഫുള്ള് വർക്ക്, ബോഡിക്ക് വർക്കില്ല. അങ്ങനത്തെ ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്താൽ നല്ല ഒന്നാം തരം പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും. ബഡ്ജറ്റ് റേറ്റ്, വളരെ ബഡ്ജറ്റ് റേറ്റ് ആണ്. ഈ സ്റ്റഫിനാണ് നമ്മൾ വില മതിക്കേണ്ടത്. വിലയല്ല, ഭയങ്കര വില ഇല്ല ഇതിന്. നമ്മളതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സ്റ്റഫിന്. നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള, നല്ല ഒതുക്കം ഫീൽ ചെയ്യുന്ന ടൈപ്പ് സ്റ്റഫാണ്. ഇനി ഇതിൻ്റെ കളേഴ്സ് കാണിച്ചു തരാം. അടുത്ത കളർ ഇതേ, ബാക്കിയൊന്നും വ്യത്യാസമില്ല. കളേഴ്സ് കാണിച്ചു തരാം. മസ്റ്റാർഡ് യെല്ലോ, നല്ല മസ്റ്റാർഡ് യെല്ലോയിൽ ഇങ്ങനെയൊരു ഡിസൈൻ എംബ്രോയ്ഡറി വർക്ക്. അടുത്തത് വന്നിട്ട് ബോട്ടിൽ ഗ്രീൻ. ഇഷ്ടമുള്ള കളർ, ലൈറ്റ് കളറോ ഡാർക്ക് കളറോ ഏത് വേണമെങ്കിലും എടുക്കാം. മെറൂൺ, നല്ല ഡാർക്ക് മെറൂൺ. ഇതിനൊക്കെ ചേരുന്ന റെഡിമെയ്ഡ് ബ്ലൗസസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. നിങ്ങളുടെയൊക്കെ നമ്മുടെ ഇസബല്ലയുടെ വീഡിയോ കാണുന്നവരുടെ സ്ഥിരം കയ്യിൽ കാണും, അല്ലെ തന്നെ അടുത്ത ദിവസം തരാം. ഇത് വയലറ്റ്, ലാവണ്ടറിൻ്റെ ലൈലാക്ക് കളറ്, വയലറ്റ് എന്ന് പറയാം കേട്ടോ. നല്ലൊരു പീച്ച് ഷെയ്ഡ് ഉണ്ടോ. ഇത്രയാണ് ഇതിൻ്റെ കളറ്. ഇനി വേറൊരു സാരി കാണിക്കാം. ഓർഗൻസൈഡ് വരുന്ന സാരിയാണ്. നമ്മുടെ നോർമൽ സാധാരണ കാണുന്ന മോഡൽ തന്നെ, ഇതിൻ്റെ തന്നെ ഒരു റോസ് സിൽക്കി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇതിപ്പോൾ ഓർഗൻസൈഡിൽ ഇങ്ങനെ ബനാറസി ബോർഡർ, മാംഗോ ഡിസൈൻ വന്നിട്ടുള്ളൊരു സാരി. മെറ്റീരിയൽ എന്ന് പറയുന്ന ഓർഗൻസയാണ്, സോഫ്റ്റ് ഓർഗൻസ. കണ്ടോ, ഇങ്ങനെ ഇരിക്കും സാരി. മുന്താണി വന്നിട്ടത് ഇങ്ങനെ.
എനിക്ക് തോന്നുന്നു എൻ്റെ അങ്ങനെ എല്ലാത്തിൻ്റെ വില കാണാതെ അറിയത്തില്ല, ബഡ്ജറ്റ് റേറ്റാണ്. 1100 രൂപയേ ഉള്ളൂ. ഓർഗൻസൈഡ് സ്റ്റഫിൽ ഇങ്ങനെ ബനാറസി ബോർഡറായിട്ട് 2 കളറേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇത് ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക്. ഇതിന് ബ്ലൗസ് സെയിം തന്നെയാണ് കേട്ടോ, വേറെ പ്രത്യേകിച്ച് ഒരു ബ്ലൗസ് ഇല്ല, പ്ലെയിൻ റണ്ണിങ് ബ്ലൗസ് തന്നെയാണ്. ഇനി വേറൊരു സാരി ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ബോഡിയെ കളറുള്ള സാരി കാണിച്ചു. ഇതിപ്പം ബോഡിയെ എല്ലാത്തിനും ക്രീം കളറാണ്, മുന്താണിക്കും ബോർഡറിനും കളർ ചേഞ്ചസ് ആയിട്ട് വരും. ഞങ്ങൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് ഭയങ്കര ഡിമാൻഡായിട്ടുള്ള ഒരു സാരിയാണ്, ഒരു മൽച്ചന്തേരിയുടെ ഫാബ്രിക്കിനായിട്ടുള്ള ഒരു റിപ്ലിക്കയാണ് ഇത്. സാരി ഇത് കണ്ടോ, നോക്ക്, ഇതാണ് മുന്താണി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുന്താണി. ബോഡി വരുമ്പോൾ ഇങ്ങനെ, ബോഡിയിൽ ഇങ്ങനെ ഒരു സെൽഫ് പ്രിൻ്റ് ഉണ്ട്. ഇതാണ് ബോർഡർ, 2 സൈഡിലും ആ സെയിം ബോർഡർ തന്നെ കണ്ടോ, 2 സൈഡിലും ആ ഒരു സെയിം ബോർഡർ തന്നെ. ഭയങ്കര എൻ്റെയും ഫേവററ്റ്, എല്ലാം ഒത്തിരി ആൾക്കാർക്കും ഇങ്ങനെ ഇഷ്ടമാണ്. ക്രീം വന്നിട്ട് ചന്ദന കളർ, സാൻഡൽ ഷെയ്ഡ്, കറക്റ്റ് സാൻഡൽ ഷെയ്ഡാണ്. ആ ഒരു കോൺട്രാസ്റ്റിൽ ഇതിപ്പം വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഒനിയൻ കളർ, അത് വരുമ്പം പേസ്റ്റൽ കളറും കൂടിയാണ് ബോർഡറായിട്ട് വരുന്നത്. നല്ല ഒരു കോമ്പിനേഷൻ, നല്ലൊരു വൃത്തിയുള്ള ഒരു കോമ്പിനേഷൻ വരും. ഇനി ബ്ലൗസും കൂടെ നമുക്ക് നോക്കാം. ബ്ലൗസ് വന്നിട്ട് ഇതാണ് ബ്ലൗസ്. ഇതിന് വന്നിരിക്കുന്ന ബ്ലൗസ് ഇങ്ങനെയാണ്, സെൽഫ് തന്നെയാണ് ബ്ലൗസ്, ക്രീം തന്നെയാണ് ബ്ലൗസ്. പക്ഷെ കൈയുടെ സൈഡിൽ ഇങ്ങനെ ബോർഡറായിട്ട് വരും. ബ്ലൗസിൽ ബൂട്ടാസ് ഉണ്ട്. ഇനി ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണിച്ചു തരാവേ. ക്രീം വിത്ത് രാമാഗ്രീൻ അല്ലെങ്കിൽ സഫയർ ബ്ലൂ എന്നോ ഗ്രീൻ എന്നോ ഒക്കെ പറയാം. ബോഡിയിലോട്ട് വരുമ്പോൾ ബോർഡറിലോട്ട് വരുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. 2 സൈഡിലും സെയിം ബോർഡർ. ബ്ലൗസ് വരുമ്പോൾ കാണിച്ചല്ലോ. ഇതിനൊരു കുഴപ്പമല്ല, ഇതിൻ്റെ ഫോൾഡിങ്ങിൽ അവർ ചെയ്തേക്കുന്നത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ ബോർഡർ കൊണ്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അതൊന്ന് നിവർത്തി കാണിക്കാൻ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് മൈൻ ചെയ്ത് വിട്ടാൽ മതി, അത് ശരിയാവും. നല്ല ഭംഗി. അടുത്തത് ലൈറ്റ് ഷെയ്ഡാണ് വേണ്ടതെങ്കിൽ ലാവണ്ടർ. കണ്ടോ, നല്ല കോമ്പിനേഷൻ ഒത്തിരി രസമാണ് കാണാനേ. ഇതാ നോക്ക്, സാരിയൊക്കെ ചെയ്യുന്നതൊക്കെ എന്ത് കഷ്ടപ്പെട്ട ഒരു സാരി ഓരോ വീവർ ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഫോൾഡ് ചെയ്യുന്ന ആൾക്കാരുടെ കൈകളിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചു വെക്കുന്നതാണ് നമുക്ക് ദേഷ്യം വരുന്നത്. എന്തിനേ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിക്ക് അങ്ങനെയൊക്കെ ഫോൾഡ് ചെയ്യാവും അല്ലേ. ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ, ലാവണ്ടർ വിത്ത് ക്രീം. നല്ല ഭംഗിയാണ്, മുഖത്തിന് നല്ലൊരു ഇണക്കം വരും. കളറുകൾ ലൈറ്റും ഡാർക്കും കൂടെ മിക്സ് ആയിട്ട് വരുമ്പോഴത്തേക്കിനെ. അടുത്തത് ബ്രൗൺ വിത്ത് ക്രീം അല്ലെങ്കിൽ സാൻഡൽ ഷെയ്ഡ്, രണ്ടും പറയാം കേട്ടോ. ഇതിൽ കൂടെ പോയിരിക്കുന്ന സെൽഫ് ഡിസൈൻ സാൻഡൽ ഷെയ്ഡാണ്, ബോഡിയുടെ കളറ് ക്രീമാണ്, ബോർഡറും ബ്രൗൺ. കണ്ടോ, ശരിക്കും അടുപ്പിച്ച് കാണിക്കണ്ടേ, ഡിസൈൻ ഒന്നും അറിയത്തില്ലല്ലോ അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ഞാൻ പറഞ്ഞിട്ട് ഇത് കാണിക്കുമ്പോൾ അല്ലേ മാക്സിമം നല്ലതായിട്ട് കാണിക്കണം എന്ന് ഞാൻ പറയുന്നത് എന്നാണെന്നറിയാവോ. ഇതേ എന്ത് കഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. വീട്ടിൽ നമ്മൾ വലിയ കഷ്ടപ്പെട്ട് ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ മക്കളൊക്കെ പുറത്തുനിന്ന് കഴിക്കുക, അല്ലെങ്കിൽ ഹസ്ബൻഡ് പുറത്തുനിന്ന് കഴിച്ചെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരത്തില്ലേ, ഒരു പിണക്കം വരത്തില്ലേ എന്ന് പറഞ്ഞ പോലെ. ഇതുണ്ടോ, നല്ല കഷ്ടപ്പെട്ട് ഓരോ സാരി വീവ് ചെയ്തെടുത്തിട്ട് അതുകൊണ്ട് ഫോൾഡിങ് ഒരുമാതിരിയാക്കി കാണിച്ചു വെക്കുമ്പോൾ അതൊരു ശരിയാണോ അല്ലേ, വിടി കൊടുക്കണം. അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒലീവ് ഗ്രീൻ വിത്ത് ക്രീം.
ഈ സാരിയുടെ ആരാധകർ ഇത് കൊണ്ടുവന്ന ആദ്യം ഫസ്റ്റ് ടൈം കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ കഷ്ടപ്പെട്ട് പോയ ഒരു സാരി കേട്ടോ ഇത്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഈ സാരി ഭയങ്കര ഡിമാൻഡായിരുന്നു. ഭയങ്കര ഡിമാൻഡ്. മൽച്ചന്തേരിയുടെ ഫാബ്രിക്കും ഈ ബനാറസി ബോർഡറും എല്ലാം കൂടെ കൂടിയിട്ട് നല്ല ഒരു ഭംഗിയാണ്. അത് ലൈറ്റും ഡാർക്കും കൂടെ മിക്സ് ആയിട്ടൊരു കളറും ബഡ്ജറ്റ് റേറ്റും കണ്ട നല്ല രസമല്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മളുടെ ഷോപ്പ് ഞാൻ പറഞ്ഞല്ലോ കുരിശിങ്കലാണ്. ബുക്ക് ചെയ്യുന്നത് സ്ക്രീനിൽ ഒരു നമ്പർ ഉണ്ടല്ലോ വാട്സപ്പിന് കൊടുത്ത്, ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വേണ്ട സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. ഇനി അഥവാ സ്ക്രീൻഷോട്ട് തരുന്നവർക്ക് പെട്ടെന്ന് മറുപടി കിട്ടും. സ്ക്രീൻഷോട്ട് തരാതെ നമ്പർ മാത്രം പറയുന്നവർക്ക് നമുക്ക് നമ്പർ പോയി ചെക്ക് ചെയ്തിട്ടാണ് പറയാൻ പറ്റുള്ളൂ. സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ആ വിലയുടെ അടിയിൽ സ്ക്രീനെ കൊടുത്തിട്ടുണ്ട് വില, ആ വിലയുടെ അടിയിൽ ഒരു നമ്പർ ഇട്ടിട്ടുണ്ട്. ആ നമ്പർ പറഞ്ഞാലും മതി. അതുപോലെ അറിയത്തില്ലെങ്കിൽ മാത്രം കേട്ടോ. അത് വിലയാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. പല ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഒക്കെ ഓർഡർ വരുമ്പോൾ വില എന്താ പറയാത്തേന്ന് ചോദിക്കുന്നത്. വിലയാണ് സ്ക്രീനിൽ കിടക്കുന്നത് കേട്ടോ. അത് നോക്കിയാൽ മതി. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്